മ്യൂസിക്കും കൊള്ളാം. അതിൽ നമ്മൾ മ്യൂസിക് ഓൾറെഡി കണ്ടതാണല്ലോ ഇതിനു മുമ്പ്. ഇപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. കൊള്ളാം. എന്തോ പെർഫോമൻസ് സൂപ്പറായി, ഫൈറ്റ് ഒക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പാർട്ട് 2 വെയിറ്റ് ചെയ്യാം. ഓക്കെ. ടെക്നിക്കലി പടം പക്ക അടിപൊളി പടമാണ്. ആർട്ട് ഡയറക്ഷനും ശ്രീപ്രസാദിന്റെ എഡിറ്റിങ്ങും എല്ലാം പക്കയാണ്. ലൈറ്റിംഗ് എല്ലാം അല്ല, അനിരുദ്ധിന്റെ മ്യൂസിക്കും ഇതിലാണ് പടം മെയിനായിട്ട് ഒരു രസമായിട്ട് ഒരു പരിധി വരെ പുള്ളിയുടെ ഒരു ഉണ്ട്. ആ ഒരു RRലാണ് സെക്കൻഡ് പാർട്ടിലായിട്ട് കൊണ്ടു നിർത്തിയേക്കുന്ന ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോയിന്റ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് അങ്ങനെ ഒരു ട്വിസ്റ്റ്, ആ ഒരു ഹുക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ഇതിലേക്കാണ് കൊണ്ടു നിർത്തിയേക്കുന്നത്. അതെ, അന്ന് എങ്ങനെയാണ് ആ സിറ്റുവേഷനിലേക്ക് എത്തിയെന്നുള്ളത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വെയിറ്റ് ചെയ്യാം. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു പോയിന്റിലാണ് കൊണ്ട് പടം നിർത്തിയേക്കുന്നത്. തീരെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുമെന്ന് തീരെ പ്രതീക്ഷിക്കുന്നില്ല. ആക്ഷൻ നിങ്ങളെല്ലാം നല്ല കൊള്ളാം. എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണത് തെലുങ്ക് അല്ലെങ്കിൽ തമിഴിൽ കാണാനാണ്. കാരണം മലയാളത്തിൽ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു. എനിക്ക് ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ക്രിഞ്ചാണ്. അതായത് നമ്മളിപ്പോ നല്ല പടത്തിന് കുറെ ക്രിഞ്ച് സാധനങ്ങളും ഈ നമ്മൾ കൈര നൈസായിട്ടാണ് മലയാളം ചെയ്തു വെച്ചാണ്. പക്ഷെ ഇതില് ഭയങ്കര ഇവിടുത്തെ മലയാളം ഡബ്ബേസും ഭയങ്കര കൈരളി സെറ്റപ്പ് ആയി പോയി. എന്നാലും എന്താ പറയാ, ചില സ്ഥലത്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇതിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ അനിരുദ്ധിന്റെ മ്യൂസിക്കാണ്. പിന്നെ NTRന്റെ പെർഫോമൻസും പീക്ക് ലെവലാണ്. പിന്നെ ഫൈറ്റ് സീൻ അടിപൊളിയാണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ മുഴുനീളായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ സുദേവ് നായർ പുള്ളിയുടെ റോള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്ര ആള്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ പടം നൈസാണ്. തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. ഒരു അവതാർ എന്ന് പറയാനുള്ള അവതാറിന്റെ ഒരു മറ്റേ നമ്മുടെ കടലും ഇതൊക്കെ കാണാൻ പാകത്തിനുള്ളൊരു സംഭവം, വെള്ളത്തിനടിയിലുള്ള സീനായാലും എല്ലാം നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. VFX ആയാലും ട്രെയിലർ കണ്ടോളത്തെ അത്ര മോശം VFX അല്ല. തിയേറ്ററിൽ കാണുമ്പോൾ അത്ര മോശമായിട്ട് തോന്നിയില്ല. പിന്നെ എന്താ പറയാ, എടുത്തു പറയാനായിട്ടുള്ളത് ഫൈറ്റ് സീൻ തന്നെയാണ്. നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലെ ഒരു സീൻ എനിക്ക് ഭയങ്കര രീതിയിൽ റൊമാൻസിഫിക്കേഷൻ വന്നിരുന്നു. എല്ലാവർക്കും എങ്ങനെയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് അടിപൊളിയായിട്ട് ആ ഒരു ക്ലൈമാക്സ് പോർഷൻ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ടാവെന്ന് അറിയാൻ പാടില്ല. ഇനി എന്ത് കാണിക്കാനുള്ളതെന്ന് അറിയാൻ പാടില്ല. ഇത് വെൽ മെയ്ഡ് സിനിമയാണ്. ഇനി അതവിടെ തീർക്കേണ്ട കേസ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോണെന്ന് പറയാൻ പാടില്ല. എന്തായാലും വെയിറ്റിംഗ് ആണ് അതിനും കാണാൻ. എന്തായാലും ദേവര നൈസ് മൂവിയാണ്. അരമണിക്കൂറല്ല, മുഴുനീള NTRന്റെ ഷോ തന്നെയാണ്. ആള് ഭയങ്കരമായിട്ട് ലാസ്റ്റ് അത് പറയാം നൈസായിരുന്നു. ആ ഒരു പെർഫോമൻസ്, കടലിലുള്ള ആ സീനും ആ പുള്ളിയുടെ ഫൈറ്റും ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിരുന്നു. ക്ലൈമാക്സിൽ ഭയങ്കര ഫീൽ ആയിരുന്നു. അതായത് നല്ലൊരു എനിക്ക് പേഴ്സണലി നല്ല റൊമാൻസിഫിക്കേഷൻ വന്നായിരുന്നു. അത് നമ്മുടെ അനിരുദ്ധിന്റെ മ്യൂസിക്കും കൂടി ആകുമ്പോൾ ആ ഒരു നല്ല ഫീൽ ആയിരുന്നു. BGM അടിപൊളിയാണ്. അനിരുദ്ധിന്റെ സ്കോറിംഗ് നൈസ് ആയിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സിൽ ആ ഒരു ആളുടെ പെർഫോമൻസ് അനിരുദ്ധിന്റെ മ്യൂസിക്കും കൂടി, എപ്പോഴും നമുക്കറിയാം അനിരുദ്ധ് അടിപൊളിയല്ലേ. അപ്പൊ അനിരുദ്ധിന്റെ ആ മ്യൂസിക്കും ഇതും കൂടി ആയപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും എൻഗേജ് ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ എടുത്തു പറയുന്നത് കുറെ എടുത്ത് പറഞ്ഞാണ്, ഞാൻ തെലുങ്കിൽ അല്ലെങ്കിൽ തമിഴിൽ കാണണം, മലയാളത്തിൽ ഒരിക്കലും കാണരുത്. കാരണം ഞാൻ തെലുങ്കിലും കണ്ടു മലയാളത്തിൽ കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടത് തെലുങ്കിൽ കണ്ടതാണ്. മലയാളത്തിൽ അവിടുത്തെ വേർഷൻ കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് കാണുന്നതായിരിക്കും ബെറ്റർ. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിലുണ്ടാവും.